ഹലോ ഗായ്സ്, ഒരു ഈവനിങ് ബ്ലോഗ് നോക്കിയാലോ? അപ്പോൾ ദേ ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അമ്മ ദേ ദാണ്ട് എന്താണ് നമ്മുടെ ഈവനിങ്ങത്തേക്കുള്ള പ്രിപ്പറേഷനിലാണ്. പിന്നെ അത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയാണ് കേട്ടോ. ആൻറ്റി ഇവിടെ കുറച്ച് നേരമൊക്കെ വന്നിരിക്കും. എന്താണ് നമ്മളോട് അവിടെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നതാണ്. പിന്നെ ദേ ആൻറ്റിയൊക്കെ പോയി നമ്മൾ വീട്ടിനകത്ത് വന്ന് ഞാൻ ദേ കുളിച്ച് വൃത്തിയായി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഡ്രസ്സെന്ന് പറയുന്നത്, ഒരു റെഡ് കളർ ഡ്രസ്സെന്ന് പറയുന്നത്. ഇതെനിക്ക് വല്യമ്മച്ചി മേടിച്ച് തന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ നമ്മൾ നേരെ പോയി വിളക്കൊക്കെ കത്തിച്ചു ദേ പ്രാർത്ഥിച്ച് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലിയിട്ടാണ് ഒക്കെ ഒരുങ്ങലും പിടിക്കലും ഒക്കെ. അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മൾ ഒരുങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ. ദേ നമ്മൾ നാമമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരുങ്ങാൻ പോകണം കേട്ടോ. പിന്നെ ഏതാണ്ട് ഇപ്പോൾ നമുക്ക് സമയം രാത്രി ആയിട്ടുണ്ട്. ഏതാണ്ട് കണ്ടോ, നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് പോയിട്ട് എനിക്ക് ഒരുങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുങ്ങാനായിട്ട് നേരെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ആദ്യം നമ്മുടെ ഗ്ലോ ആൻഡ് ലവ്ലിയുടെ ഒരു ക്രീം എടുത്തിട്ടു. അപ്പോൾ ഈ ക്രീമാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിപൊളി ക്രീമാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്രീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡവിൻ്റെ ഒരു ക്രീമായിരുന്നു. ആ ഡവിൻ്റെ ക്രീം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ ഭംഗിയോ അത്ര വലിയ ഗ്ലോനെസ്സും അത്ര വലിയ ഗ്ലേസിങ്ങും ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഗ്ലോ ആൻഡ് ലവ്ലിൻ്റെ ക്രീം യൂസ് ചെയ്തപ്പോൾ എവിടുന്നില്ലാത്തൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അടിപൊളി ഒരു ക്രീമാണ്. പിന്നെ നമ്മൾ ചുണ്ടത്ത് വാസലിൻ തേച്ചു കേട്ടോ. ഇതിടുമ്പോൾ കിട്ടുന്നൊരു സുഖം, കാരണം അത്രയ്ക്കും മോയ്സ്ചറൈസറാണ് കേട്ടോ ഈ വാസലിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടാൻ. ഞാനധികം ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒന്നും ഇടത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും വാസലിനാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ റെഡി ആയിക്കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ അമ്മൂമ്മ ഇവിടെ ഇരിപ്പുണ്ട്, സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ അമ്മയും ഉണ്ട്. അമ്മ ടി വി കാണാനായിട്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടു. പിന്നെ കഴിഞ്ഞിട്ട് പിസ്ത ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നട്ട്സൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു വിശന്നപ്പോൾ. പിന്നെ നമ്മൾ ചോറ് കഴിക്കാനായിട്ടിരുന്നു. ചോറിൻ്റെ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളെന്ന് പറയുന്നത് ചോറ്, കോവയ്ക്ക മെഴുക്കുവരട്ടി, പുളിശ്ശേരി, കടലക്കറി, മത്തിക്കറി. അപ്പോൾ ഇത്രയും കൂട്ടി രാത്രിയിൽ നല്ല രീതിയിൽ അത്താഴം കഴിച്ച് സൂപ്പറായിരുന്നു കഴിച്ച്. ഇന്നത്തെ ശാപ്പാടെന്ന് പറയുന്നത് അതൊക്കെ നല്ല രീതിയിൽ കഴിച്ച് ഞങ്ങളെല്ലാവരും കൂടി അടിപൊളി ആയിരുന്നു. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ കുടിച്ചു. പിന്നെ ഞാൻ രാത്രിയിൽ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ നമ്മുടെ അപ്പ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.